കരുതി എല്ലാവരും എല്ലാവരും തീർച്ചയായിട്ടും എല്ലാ മനുഷ്യനും വേദം പഠിക്കണം, ഉപനിഷത്തുകൾ പഠിക്കണം, ഗുരുകുലത്തിൽ പോകണം എന്നെല്ലാം പറയും. അത് കഠിനമായ ഒരു കർമ്മമല്ലേ എന്ന് ശതകേതു ചോദിക്കുമ്പോൾ ഉദ്ദാലകൻ പറയുന്നുണ്ട്, എന്ത് കഠിനമാണെങ്കിലും അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാകും എന്നുള്ളത് നീ ആദ്യം തന്നെ മനസ്സിലാക്കാൻ പറയും. അത് അത് മാത്രമല്ല, ഈ ശരിക്കും ഈ ശതകേതുവിനോട് ഉദ്ദാലകൻ പറയുന്നത്, ധാരാളം പണ്ഡിതന്മാരും ബ്രഹ്മജ്ഞാനികൾക്കും ജന്മം നൽകിയ ബ്രാഹ്മണ കുടുംബമാണോ നമ്മുടേത് എന്ന് ആവർത്തിച്ച് പറയും. അവിടെ നീയായിട്ടൊരു മണ്ടനാകാൻ പാടില്ല എന്ന് പറയും. അപ്പൊ അച്ഛനോട് ചോദിക്കുന്നില്ല, ഞാൻ മണ്ടനാണെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കും. അത് ഏതവരോട് പറഞ്ഞാൽ സമ്മതിക്കൂല. ഭ്രാന്തനോട് ആരെങ്കിലും ഭ്രാന്താന്ന് പറഞ്ഞാൽ സമ്മതിക്കൂ. അതുകൊണ്ട് നിനക്ക് ബുദ്ധിയിൽ കുറച്ച് കുറവുകളുണ്ട് എന്ന് പറഞ്ഞാൽ ശതകേതു നീ എന്നത് അഗ്രി ചെയ്യുന്നില്ലെന്ന് ശതകേതുവിനോട് ഉദ്ദാലകൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ നീ ഒരു വേഷം കൊണ്ട് പൂണൂൽ ധരിച്ചത് കൊണ്ടോ, ഒരു വേഷ്ടി എടുത്തത് കൊണ്ടോ, ഒരു ഉത്തരീയം ധരിച്ചത് കൊണ്ടോ അത്തരം കാര്യങ്ങളൊന്നും ചെയ്താലൊന്നും നീ ബ്രാഹ്മണനാകൂല. ഉൾവിളി എന്ന് പറയുന്ന എന്താണ്, ഉള്ളിന്റെ ഉള്ളിൽ നിന്നൊരു ജ്ഞാനം വരും. ഒന്ന് പുസ്തകം വായിച്ചുള്ള ജ്ഞാനം, രണ്ടാമത് മസ്തകജ്ഞാനം എന്ന് പറയും. ഈ മസ്തകജ്ഞാനം ഒട്ടുമിക്ക ആൾക്കാർക്കും കിട്ടാറില്ല. ഇപ്പൊ നീ കുറെ ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മസ്തകജ്ഞാനത്തിലേക്കുള്ള ഒരു കാൽവയ്പ് മാത്രമാണത്. അതുകൊണ്ട് വേദങ്ങൾ നീ ഒന്ന് പഠിച്ചു നോക്കാൻ പറയും. അങ്ങനെ അച്ഛനും മുത്തച്ഛനും എല്ലാം ബ്രാഹ്മണരാണല്ലോ, അതുകൊണ്ട് നീ ഒന്ന് ഷോഡശ കർമ്മങ്ങൾ ഒന്ന് പഠിക്കൂ. 16 ധർമ്മങ്ങൾ അനുഷ്ഠിച്ചു പോരുമ്പോൾ തന്നെ നമ്മൾക്ക് ജീവിതത്തിൽ ഒരു ആചരണം വരും. അങ്ങനെ ഒരു പാരമ്പര്യം നിലനിർത്തണം. അതുപോലെ വംശത്തിന്, ഈ ഭാരതീയ വംശത്തിന് തന്നെ കളങ്കമാകാൻ പാടില്ല. അതുകൊണ്ട് വേദങ്ങളെ 100% അറിയണം. ശരിക്കും നീ ആ ബ്രഹ്മം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിവ്, ചരിക്കുക എന്ന് വെച്ചാൽ അറിവിൽ സഞ്ചരിക്കുക. ചരക്ക് കപ്പൽ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ല? ചരക്ക് എന്നൊക്കെ പറയണത് അത് യാത്ര ചെയ്ത് വന്നതുകൊണ്ടാണ് അതിന്റെ ചരക്ക് എന്നുള്ള പേരുണ്ടായത്. അപ്പൊ ബ്രഹ്മചാരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിവിൽ സഞ്ചരിക്കുന്നവൻ, അറിവിന് വേണ്ടി നാട് ഒട്ടുക്ക് അലയുന്നവൻ. അതുകൊണ്ട് ഈ ഗുരുകുലത്തിൽ നീ ബ്രഹ്മചാരിയായിട്ട് വസിക്കണം. നമ്മുടെ എല്ലാ ഉത്തമ വംശത്തിലുള്ളവരെല്ലാം ബ്രാഹ്മണനാകാതെ, ബ്രഹ്മത്തെ അറിയാതെ പോകുന്നത് ശരിയല്ല. അത് മാത്രമല്ല, വേദം പഠിക്കാതിരിക്കുന്നത് വലിയൊരു അപമാനമാണ്. അത് നമ്മുടെ ഗ്രൂപ്പിലെ കുറെ വ്യക്തികൾ അപമാനിക്കപ്പെടുന്നുണ്ട് എന്ന് അവർക്ക് ബോധ്യമായിട്ടില്ല. എന്താണ് കാര്യം? ഈ സർവജ്ഞാനിയായ ഒരു ഈശ്വരതത്വത്തെ വിഗ്രഹങ്ങളിലും അമ്പലങ്ങളിലും പ്രതിഷ്ഠകളിലും മറ്റുമെല്ലാം കാണാൻ ശ്രമിക്കുമ്പോൾ ഇത് പ്രപഞ്ചം തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു ജ്ഞാനമാർഗമുണ്ട്. അങ്ങോട്ട് ആരും എത്തുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അച്ഛന്റെ ആഗ്രഹം അനുസരിച്ചിട്ട് ശതകേതു നീ ഒന്ന് ഗുരുകുലത്തിലെത്താൻ പറഞ്ഞു. അങ്ങനെ ഗുരുകുലത്തിലെത്തി. അങ്ങനെ ഉത്തമനായ ഒരു ഗുരുവിന്റെ കീഴിൽ അദ്ദേഹം പഠനം ആരംഭിക്കുന്നു. അതിനുശേഷം ഈ വേദങ്ങളുടെ ജ്ഞാനം, പണ്ഡിതനായി തീരുക, അത് എളുപ്പമുള്ള കാര്യമല്ലെന്ന് അങ്ങേർക്ക് വളരെ വ്യക്തമായിട്ടും ശതകേതു എന്ന് അറിയാം. പക്ഷെ എന്നാലും കഠിനമായിട്ട് ശതകേതു അച്ഛൻ പറഞ്ഞതല്ലേ, എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവും, മൂത്തോർ ചെല്ലും മുതുനെല്ലിക്ക എന്ന് ഇപ്പോഴത്തെ ഭാഗങ്ങൾ പോലെ ശതകേതു അങ്ങനെ പഠനം ആരംഭിച്ചു. അങ്ങനെ ഗുരുവിന്റെ കീഴിൽ വളരെ കാലം വനത്തിൽ തന്നെ ആ പർണശാലയിലെ ഗുരു സേവയും മറ്റും എല്ലാം ചെയ്ത് ഇദ്ദേഹം വേദങ്ങളെല്ലാം കാണാപ്പാടമൊക്കെ ചൊല്ലാൻ തുടങ്ങി. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഈ സ്വഗ്രഹത്തിൽ നമ്മുടെ പൂർവാശ്രമം എന്ന് പറയുന്ന ആശ്രമത്തിലേക്ക് തിരിച്ചു വരും. അതുമാണ് ഈ നമ്മുടെ വീടും ആശ്രമമാണല്ലോ. അച്ഛന്റെ ഗൃഹസ്ഥാശ്രമത്തിലാണ് നമ്മൾ ജനിക്കുന്നത്. നമ്മുടെ പിതാവ് വാനപ്രസ്ഥത്തിന് മുന്നേ തെരഞ്ഞെടുക്കുന്നതാണ് ഗ്രഹം. അപ്പൊ അത് പൂർവാശ്രമമാണ് നമ്മളുടെ തറവാടെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ മടങ്ങിയെത്തി. അപ്പൊ പിന്നെ ഈ മനുഷ്യൻ കുറെ അറിവുകൾ നേടി കഴിഞ്ഞപ്പോൾ അങ്ങ് ഈ ശതകേതുവിനൊരു അത്ഭുതം, വേദങ്ങളിൽ ഇത്ര അറിവുണ്ടായിരുന്നുള്ളത് പുള്ളിക്ക് അറിയില്ലായിരുന്നു. അത് തന്നെ ആദ്യത്തെ അങ്ങനെ ഒരു കുറവ്. രണ്ടാമത് പഠിച്ചു കഴിഞ്ഞപ്പോഴേക്കും വലിയ പണ്ഡിതനാണെന്ന് തോന്നി. വേദം പഠിച്ചാൽ എല്ലാവർക്കും ആ അഹങ്കാരം ഉണ്ടാവട്ടോ. കാര്യം അത്രക്ക് ജ്ഞാനമാണ് അതിനകത്തുള്ളത്. അപ്പോ ഈ മഹാപണ്ഡിതൻ എന്നുള്ള അഹങ്കാരത്തോടുകൂടി ഈ ശതകേതു സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ശതകേതുവിന്റെ ഭാവങ്ങൾ ഉദ്ദാലകൻ ശ്രദ്ധിക്കുന്നത്. അപ്പൊ പറഞ്ഞു, ഈ പുത്രൻ വേദമെല്ലാം പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഇതിനെ പൊരുൾ പഠിച്ചിട്ടില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് അറിവ് നേടിയവന്റെ ഏറ്റവും വലിയ മൂഢത്വം എന്ന് പറയുന്നത് അഹങ്കാരമാണ്. എനിക്കറിയാം, നിനക്കറിയാമോ ഹനീഷേ എന്ന് ഞാനിങ്ങനെ അങ്ങോട്ട് ചോദിക്കുകയാണെങ്കിൽ
അതിന്റെ അർത്ഥം ഇയാൾ ഇത്രയും വലിയ മണ്ടനാണോ എന്ന് അപ്പൊ തന്നെ എന്നെ പിന്തുടരുന്ന ആൾക്കാർ വിലയിടും. അതുകൊണ്ട് അറിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയും. കഴിഞ്ഞ ദിവസം ഞാനും മിനി സുബിമോളും മറ്റു ഇവരെല്ലാവരുമായിട്ട് ഇവിടെ ചെന്നിരുന്നു. ഇവിടെ ഈ ചെങ്ങന്നൂര് ഗുരുകുലത്തിൽ ചെന്നിരുന്നു. ഗുരുകുലത്തിൽ ചെന്നിരുന്നപ്പോൾ എന്റെ ഒരു ഗുരുനാഥൻ ജയൻ മാഷ്, കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് നമ്മൾ പരിചയപ്പെടുത്തി. അപ്പൊ വഴിയിൽ വെച്ച് ഈ ജയൻ മാഷിനെ കാണണമെങ്കിൽ എന്ത് പറയും എന്നുള്ളത് ചോദിക്കുന്നത്. കാര്യം ജയൻ മാഷ് എഴുതിയ പുസ്തകങ്ങളൊക്കെ അത്യഞ്ചലമായ ബ്രാഹ്മണങ്ങൾ തന്നെയാണ്. ഏകദേശം 72ഓളം പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഓരോ പുസ്തകങ്ങളും അത്ഭുതങ്ങളാണ്. എത്ര വായിച്ചാലും മതിയാവൂല. അദ്ദേഹത്തിന്റെ പുസ്തകം നമ്മൾ ഇന്ന് വായിച്ച് വൈകിട്ട് വീണ്ടും വായിക്കുകയാണെങ്കിൽ അത് പുതിയതായിരിക്കും. പിറ്റേ ദിവസം വായിച്ചാൽ അത് പുതിയതായിരിക്കും. 100 പ്രാവശ്യം വായിച്ചാലും പുതിയതായിരിക്കും. അതാണ് അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ പ്രത്യേകത. അപ്പൊ ഇത്രയും അറിവുള്ള ഒരു മനുഷ്യനെ കണ്ടിട്ട് നിങ്ങൾ ആരെങ്കിലും ചോദിക്കണം, സാർ നിങ്ങൾ PK ജയനാണോ എന്ന് ചോദിച്ചാൽ, അയ്യോ PK ജയനോ, അത് ഞാനല്ലെന്ന് പറയും. അത് ഞാനല്ലെന്ന് പറയും പുള്ളി. അത് ഞാനാണോ ജയൻ എന്ന് പറയൂ എന്ന് പുള്ളി ഒരിക്കലും പറയില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും ചോദിക്കും, സാറിനെ പോലെയാണ് ഈ ജയൻ എന്ന് പറഞ്ഞ മാഷ് ഇരിക്കുന്നത്, അതുകൊണ്ട് ചോദിച്ചാന്ന് പറയും. എന്നെ പോലെയാണോ എന്ന് പറയും. ആട്ടെ നിങ്ങളുടെ പേരെന്താ എന്ന് പറയാം. അപ്പൊ എന്റെ പേര് ഇന്നതാണ്. എന്താ അങ്ങനെ ഞാൻ ജയനാണെന്ന് തോന്നാൻ കാര്യം? അതെ. അപ്പൊ ഉടൻ തന്നെ ഈ ജയൻ മാഷിന്റെ നമ്പറിലേക്ക് നിങ്ങളൊന്ന് വിളിക്കുകയാണ്. ഉടൻ തന്നെ പുള്ളിയുടെ ആ ഫോൺ റിങ് ചെയ്യുമ്പോഴാണ് ഈ പുള്ളി സത്യമൊക്കെ പറയുള്ളൂ. ഞാൻ തന്നെയാണ് ജയൻ, നിങ്ങൾ കാര്യം പറഞ്ഞോളാം പറയും. അപ്പൊ അറിവുള്ള ഒരു മനുഷ്യൻ ഒരിക്കൽ പോലും അദ്ദേഹത്തിന്റെ സംസാരത്തിൽ പോലും അറിവുണ്ടെന്ന് തോന്നൂല. അപ്പൊ അത് അവിടെ ചെന്നപ്പോ വേദപ്രകാശ്, ആചാര്യ നരേന്ദ്രഭൂഷന്റെ മകൻ വേദപ്രകാശ് ഞങ്ങളോട് പറയുന്നു, ഈ ജയേട്ടന്റെ പ്രത്യേകതയാണ് ഇത്രയും അറിവുണ്ടായിട്ട് ഈ മനുഷ്യൻ പൊട്ടനെ പോലെയാണ് നടക്കുന്നതെന്ന് പറയും. ശരിക്കും പൊട്ടനെ പോലെ അഭിനയിക്കുന്നതാണ് അത്. പിന്നെ ഇദ്ദേഹത്തിന്റെ കാഴ്ചയിൽ നിന്ന് ഇദ്ദേഹം പണ്ഡിതനാണെന്ന് ആർക്കും തോന്നൂല. അതുകൊണ്ടൊക്കെ ഒരുപാട് ഗുണമുണ്ട് പുള്ളിക്ക്. അപ്പൊ ഇവിടെയും ഈ ശ്വേതകേതുവിന് ഇങ്ങനെ ഈ എന്താണ് അഹങ്കാരം നിറഞ്ഞ വംശരാവാൻ തുടങ്ങി. അപ്പം വേദം എന്നത് ശുദ്ധമായ അറിവാണ്. ഈ ആ അറിവ് നേടിയവന് ഒരിക്കലും അഹങ്കാരം ഉണ്ടാവില്ല. ശരിക്കും വിദ്യ കൊണ്ട് നേടേണ്ടത് ഏറ്റവും വലിയ വിനയമാണ്. അപ്പൊ വിദ്യക്ക് വിനയം എന്ന ഒരു ഭാര്യ ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു സത്യം. അപ്പോ ഈ വിദ്യ നേടിയവൻ, ജ്ഞാനം നേടിയവൻ എന്തുകൂടി നേടുന്നു? വിനയം കൂടി നേടുന്നു എന്നുള്ളതാണ് ഈ വൈദിക ശാസ്ത്രത്തിന്റെ നമ്മളൊരു കാണാപ്പാടം പഠിക്കേണ്ടത്, അല്ലെങ്കിൽ അറിയാപ്പുറം അതാണ്. അപ്പൊ ഈ ശ്വേതകേതുവിനാണെന്നുണ്ടെങ്കിൽ ഗർവങ്ങടെ കൂടിയേക്കാണ്. വിനയം എന്നുള്ളത് അല്പം പോലും ഇല്ല. പണ്ഡിതനാണെന്നൊരു ഗർവ് പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഈ പലരും നടക്കുന്നത്. ഓക്കെ. അപ്പോ ഈ പ്രകാശസ്വരൂപമാണ് ഞാൻ എന്നെല്ലാം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. അത് ഇരുട്ടാവുന്ന അഹങ്കാരത്തെ നശിപ്പിക്കുന്നതാണ് എന്നും കൂടി നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. ഈ അല്പജ്ഞാനിയാണ് ഇങ്ങനെ എല്ലാം അറിഞ്ഞെന്ന് അഹങ്കരിച്ച് നാട് ചുറ്റി നടക്കും. ശരിക്കും നമ്മൾ ജ്ഞാനം നേടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമ്മൾ മടനാണെന്ന് മനസ്സിലാണത്. ഇതിലും അപ്പുറത്തേക്ക് എന്തോ ഒരു അറിവ് അവിടെ ഉണ്ട് എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പൊ ശ്വേതകേതുവിന്റെ അഹങ്കാരം നശിപ്പിക്കാനായിട്ട് എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്നുള്ളത് ഉദ്ദാലകൻ ചിന്തിച്ചു. അങ്ങനെ ആണ് അച്ഛനോട് ശ്വേതകേതു പറയുന്നത്, എന്താണെങ്കിലും നീ ഏറെ നാള് ഗുരുകുലത്തിലെല്ലാം താമസിച്ചതിന് ശേഷം അവിടെയെല്ലാം ജീവിച്ച് ചില ആചരണങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം വരെയാണല്ലോ. അതുകൊണ്ട് നിന്നെ കണ്ടിട്ട് ഒരു മഹാപണ്ഡിതന്റെ ലക്ഷണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് മകരം കണ്ട് പുകഴ്ത്തും. സാധാരണ പണ്ഡിതന്മാരെ അങ്ങനെ പുകഴ്ത്തിയെങ്കിൽ ഒന്നും കൂടി അഹങ്കാരം കൂടും. അതുകൊണ്ട് ഒരു പണ്ഡിതന്റെ ഭാവമാണ് ഇപ്പൊ നിന്നിൽ ഞാൻ കാണുന്നത്. അതുകൊണ്ട് നീ വേദവും ശാസ്ത്രങ്ങളും എല്ലാം ശരിയായിട്ട് അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് എന്ന് അച്ഛൻ പറയും. അപ്പോ ശ്വേതകേതു പറയും, ഇത്ര കാലം ഇങ്ങനെ ഇത്രയും കാലം ഞാൻ കഷ്ടപ്പെട്ട് പഠിക്കുകയായിരുന്നില്ല എന്ന് ചോദിക്കും. ശരി, എങ്കിലൊന്ന് ചോദിക്കട്ടെ ശ്വേതകേതു, എന്ത് കണ്ടാൽ പിന്നെ യാതൊന്നും കാണേണ്ടതില്ല, അതേതാണെന്ന് ചോദിക്കും. പിന്നെ എന്ത് കേട്ടാലാണ് പിന്നെ യാതൊന്നും കേൾക്കേണ്ടതില്ലാത്തത്, ഒന്ന് പറഞ്ഞു തരാമെന്ന് ചോദിക്കും. പിന്നെ യാതൊന്നും അറിയേണ്ടതില്ലയോ, ആ അറിവ് എന്താണെന്ന് നിനക്ക് അറിയാമെന്ന് ചോദിക്കും. 3 ചോദ്യം. ഒന്ന്, എന്ത് കണ്ടാൽ യാതൊന്നും കാണേണ്ടതില്ലയോ, എന്ത് കേട്ടാൽ യാതൊന്നും കേൾക്കേണ്ടതില്ലയോ, എന്തറിഞ്ഞാൽ പിന്നെ യാതൊന്നും അറിയേണ്ടതില്ലയോ, ആ അറിവ്. അങ്ങനെ 3 ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പൊ ഇങ്ങനെ ഈ 3 ചോദ്യം കേട്ടിട്ട് ശ്വേതകേതു ഇങ്ങനെ, നമ്മൾ ചില സമയത്ത് ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ചോദിക്കണോട്ട് ഒന്ന് അവിടെ ഇരുന്ന് എന്ന് പറയും, കിളി പോയി എന്നൊക്കെ പറയില്ലേ, ആ ഒരവസ്ഥയിൽ ഇദ്ദേഹം അമ്പരന്ന് ഈ പയ്യൻ ശരിക്കും പതറിപ്പോയി.
ഇത് പുള്ളിക്ക് ഇത്രയും പഠിച്ചിട്ടും എത്ര ആലോചിച്ചിട്ടും ഒന്നും വ്യക്തമല്ല. ഇങ്ങനെയും ഒരു അറിവുണ്ടോ? അതാണ് ചേതകേതു ആ സമയത്ത് ചിന്തിച്ചത്. അപ്പൊ അതുവരെ പഠിച്ചതെല്ലാം അങ്ങനെ പുള്ളി തലയിലിട്ട് മെമ്മറി കാർഡൊക്കെ എടുത്തിട്ട് ആ ഫോൾഡറിൽ നിന്ന് കുറെ സാധനങ്ങളൊക്കെ എടുത്ത് നോക്കി, ഒന്നും അവിടെ കിട്ടിയിട്ടില്ല. അപ്പൊ പിതാവിന്റെ ചോദ്യത്തിന് ഉത്തരം ഈ ചേതകേതുവിന് അറിയില്ലായിരുന്നു. അപ്പൊ ഈ മകന്റെ ഈ ഉത്തരം കിട്ടാത്ത ഒരു അന്താളിപ്പ് കണ്ടപ്പോ ഉദാഹരണം ചോദ്യം കുറച്ചും കൂടി ലളിതമാക്കി വിശദീകരിച്ച് തന്നെ ചോദിക്കൂ. ഈ ലോകത്തില് അനേകം പദാർത്ഥങ്ങളുണ്ട്. അതുകൊണ്ട് ഓരോ പദാർത്ഥങ്ങളുടെയും അല്ലെങ്കിൽ ഓരോ പദാർത്ഥങ്ങളെയും വെവ്വേറെ എടുത്തിട്ട് അല്ലെങ്കിൽ വേറെ എടുത്തിട്ട് ശരിയാവണ്ണം അറിയുവാൻ ഒരു മനുഷ്യനാവില്ല. അത്രത്തോളം ആയുസ് മനുഷ്യനില്ല. അതുകൊണ്ട് പദാർത്ഥങ്ങൾ എണ്ണത്തിൽ എത്രയധികം ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ പുകലയിൽ എത്ര പദാർത്ഥം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. എല്ലാവരും ഒന്ന് കമന്റ് ആയിട്ട് വിടാവോ, പുകലയിൽ എത്ര പദാർത്ഥം ഉണ്ടെന്നുള്ളത്? വിളിച്ചു പറയണമെന്നില്ല. അരെ ഇത്ര നാളും കൂടെ നിന്നിട്ട് പുകലയിൽ എത്ര പദാർത്ഥം ഉണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ മോശമല്ലേ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഒരാളെങ്കിലും കമന്റ് ആയിട്ട് എഴുതി വിടാൻ പറ്റുമോ? 236 ആണെന്നുണ്ട് ഓർമ്മ. 700 കെമിക്കൽ ഉണ്ട്. 700 കെമിക്കൽ ഉണ്ട്. ഈ പുകലയെ എന്താണ് നമ്മള് പനം ശർക്കരയായിട്ട്, അതിന്റെ അളവൊന്നും ഞാനിപ്പോ പറയുന്നില്ല കേട്ടോ, അതൊക്കെ നേരിട്ട് എന്നിൽ നിന്ന് സ്വീകരിക്കേണ്ട സംഭവമാണ്, ഞാനത് പറഞ്ഞുതരാം. പനം ശർക്കരയായിട്ട് ഇടിച്ച് ചതച്ച് ഏകദേശം 6 മണിക്കൂർ ചതക്കണം. 6 മണിക്കൂർ ചതച്ചതിന് ശേഷം ഇതിനെ ഭസ്മമാക്കണം. ആ ഭസ്മം നെറ്റിയിൽ തൊട്ടാൽ ഊർജം കൂടും. ഭയങ്കര അതിശക്തമായ ഊർജം ഉണ്ടാകും. സിദ്ധന്മാരുടെ ഏറ്റവും വലിയൊരു കഴിവാണത്. അത് എന്തെങ്കിലും നിങ്ങൾ ഒരു 10-25 കോടി രൂപ ദക്ഷിണയായിട്ട് വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. 25 കോടിയിൽ കുറെ ഇടുന്നത് മാത്രം. പിന്നെ കാശില്ലാത്തവർക്ക് 25 രൂപക്കും അത് പറഞ്ഞു കൊടുക്കും. ഇനി 25 രൂപ ഇല്ലാത്ത ആൾക്കാർക്ക് വെറുതെ ആണെങ്കിലും പറഞ്ഞു കൊടുക്കും. എങ്കിലും എന്റെ ഏറ്റവും വലിയൊരു ടാർഗറ്റ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഞാനത് പറഞ്ഞുതരാം കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഗ്രൂപ്പിൽ ഇടിയൊക്കെ ഉണ്ടാവുമ്പോൾ എന്നെ 2 തെറിയും പറഞ്ഞിട്ട് ലെഫ്റ്റ് അടിച്ച് പോകരുത്. ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്നത് ആർക്കൊക്കെ യോഗം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ്. അവനൊക്കെ അവിടെ പിടിച്ചു നിൽക്കും. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഭസ്മമുണ്ട്, അത്ഭുതകരമായ ഭസ്മം. ഈ ഭസ്മം ഉപയോഗിച്ച് പണ്ട് കാലത്ത് ഈ പാമ്പടിയേറ്റ് മരിച്ചു എന്ന് പറയുന്നവരെ ജീവിപ്പിച്ചിട്ടുണ്ടെന്ന് സിദ്ധന്മാരുടെ ഏറെ അനുഭവങ്ങളുള്ള ഒരു ഗ്രന്ഥം എൻ്റെ കയ്യിലുണ്ട്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു മഹത്വം എന്ന് പറയുന്നത്. അപ്പൊ ഈ ചേതകേതുവിനോട് ചോദിക്കാണ്, ഈ എത്ര പദാർത്ഥങ്ങൾ ഉണ്ടെന്ന് ചോദിക്കാണ്. അപ്പൊ പുകലയിൽ 700 പദാർത്ഥങ്ങൾ ഉണ്ടെങ്കിൽ അപ്പൊ എന്തോരം പദാർത്ഥങ്ങൾ ഉണ്ടാവും? അതുകൊണ്ട് പദാർത്ഥ വിജ്ഞാനം ഒരിക്കലും നമുക്ക് ഒരു ജന്മം കൊണ്ടോ 100 ജന്മം കൊണ്ടോ അളക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഓരോ പദാർത്ഥങ്ങളെയും വേറെ എടുത്ത് ശരിയാവണ്ണം അറിയുവാൻ ആകില്ലാത്തത് കൊണ്ട് മനുഷ്യായുസ് ഈ ഒരു കാരണത്തിന് വേണ്ടി തുനിഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അറിവ് എന്ന് പറയുന്നത് അതിലും വലുതാണ്. അപ്പൊ പദാർത്ഥങ്ങൾ എണ്ണത്തിൽ അത്രയധികമുണ്ട്. നമ്മളുടെ ആയുസാണെങ്കിൽ വളരെ കുറച്ച് മാത്രമേ. അപ്പൊ ഒരു ഉദാഹരണം ആയുസിനെ കുറിച്ച് പറയുന്നത്, തീച്ചുളയിൽ വീണ ജലത്തുള്ളിയുടെ സമയമേ നമുക്കുള്ളൂ. എന്നാൽ പദാർത്ഥങ്ങളുടെ ഗുണചിന്തനത്തിലൂടെ അവയുടെ അടിസ്ഥാന തത്വം മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഞാൻ പറഞ്ഞ ഭസ്മം. അത് കഴിയും, പക്ഷെ എല്ലാത്തിൻ്റെയും പറ്റില്ല. അപ്പൊ നീ പലതരത്തിലുള്ള സ്വർണ്ണാഭരണങ്ങൾ കണ്ടിട്ടില്ലേ എന്ന് ചോദിക്കും. വള, തള, മാല, മോതിരം, കമ്മൽ, കുലുസ്, അരഞ്ഞാണം എന്നിങ്ങനെ പലവിധം ആഭരണങ്ങൾ വെള്ളി ലോഹം കൊണ്ടോ അല്ലെങ്കിൽ സ്വർണ്ണ ലോഹം കൊണ്ടൊക്കെ നിർമ്മിക്കാൻ പറ്റും. പക്ഷെ എന്നാൽ ഇവയെല്ലാം ഉരുക്കിയാൽ വീണ്ടും സ്വർണമോ വെള്ളിയോ മാത്രമാണ് എന്ന് പറയും. അതുകൊണ്ട് വളയും മാലയും ആവുന്നതിന് മുമ്പ് അവ സ്വർണമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ ഭൂമി, നെപ്റ്റ്യൂൺ, യുറാനസ് നക്ഷത്രങ്ങളൊക്കെ ആവുന്നതിന് മുമ്പ് ഇതെല്ലാം കൂടി ഒരുമിച്ച് വലിയൊരു ഗോളമായിരുന്നു എന്ന് പറയുന്ന ഒരു ഭാഗം വേദം പറയുന്നുണ്ട്. അതിനകത്ത് സ്ഫോടനം സംഭവിച്ച് വീണ്ടും മണൽത്തരി പോലുള്ള ഗോളങ്ങളുണ്ടായി. അതിനകത്ത് ഒരു മണൽത്തരിയാണ് നമ്മളുടെ ഭൂമി എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് കമ്മൽ, മോതിരം, മാല എന്നിവയൊക്കെ വെറും നാമരൂപങ്ങൾ മാത്രമാണ്. സത്യത്തിൽ അവ എപ്പോഴും സ്വർണമാണെന്ന് പറയുന്നത്. അപ്പൊ ആ സ്വർണ്ണപ്പണിക്കാരൻ സ്വർണം കൊണ്ട് വിവിധ രൂപങ്ങൾ ഉണ്ടാക്കുന്നു. ആ രൂപം ആകൃതിക്ക് അനുസരിച്ച് പല പേരുകൾ പറയുന്നു എന്നാണെന്നെല്ലാം ഈ ചേതകേതുവിനെ ഈ അച്ഛൻ എന്ന് പറയുന്ന പാവം മനുഷ്യൻ കഷ്ടപ്പെട്ട് പഠിപ്പിക്കാൻ നോക്കുന്നുണ്ട്. കാര്യം എന്താണ്? ഇവൻ അഹങ്കാരം കൂടിയത് കൊണ്ട് ഇവനെ എല്ലായിടത്തും ഇവനോട് വെറുപ്പോടെയാണ് ഇവന്റെ സഹപാഠികളും
ശിഷ്യന്മാരും അയൽവക്കക്കാരും ലോകരും കാണുള്ളൂ. കാര്യം അഹങ്കാരം മൂത്തിട്ടുണ്ടെങ്കിൽ പിന്നെ മുഖം തന്നെ വീർന്നു പോകും. കാണുമ്പോൾ തന്നെ ഈ ഉണ്ണിയെ കാണുമ്പോൾ തന്നെ അറിയാം ഊരിലെ പഞ്ഞം. അതുകൊണ്ട് മിക്കവാറും ഇവന് അവഹേളനം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇവന്റെ അഹങ്കാരം കുറക്കണം. നിങ്ങളുടെ മക്കൾക്കോ അമ്മയ്ക്കോ അച്ഛനോ ആർക്കെങ്കിലൊക്കെ അഹങ്കാരം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്. അതിൽ നല്ലത് നിങ്ങളുടെ അഹങ്കാരം കുറക്കലാണ് എന്നാണ് എനിക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. അറിവിൽ അഹങ്കരിക്കരുത്. അറിവ് ഇതൊന്നുമല്ല, അതിനപ്പുറത്തേക്ക് അറിവാണ്. അപ്പം ആ മനോഹരമായ ഒരു ആഭരണങ്ങൾ വിവിധ രൂപങ്ങളിൽ നിർമ്മിച്ചാലും അതിൽ അടങ്ങിയിരിക്കുന്നത് ലോഹമാണ്. അതുപോലെ തന്നെ ജീവികളിൽ എത്തിച്ചേരാത്തത് ആത്മാർത്ഥ ബോധവും ആണെന്ന് പറയും. അപ്പൊ നിന്നിലെ അഹങ്കാരത്തിന് കാരണവും നീ വേദം പഠിച്ചവൻ എന്നുള്ള ഒരു കുറവ് നിനക്കുണ്ട്. നിനക്ക് ആത്മാർത്ഥ ബോധമില്ല, അല്ലെങ്കിൽ അർത്ഥബോധം നിന്നിലേക്ക് എത്തിയിട്ടില്ല. അപ്പൊ വേദത്തെക്കാൾ മഹത്തായ ഒന്നുണ്ട്. അത് ആഭരണത്തിന് കാരണമായ ലോഹം പോലെ ശരീരത്തിന് കാരണമായ പരമാർത്ഥ വസ്തുവാണ് എന്ന് ഈ ശേതകേതുവിനോട് ഉദ്ധാരകൻ പറഞ്ഞു മനസ്സിലാക്കുന്ന ഒരു ഭാഗമാണത്. അപ്പൊ ഇവിടെ സ്വർണ്ണപ്പണിക്കാരൻ ഒരു നിമിത്ത കാരണമാണ്. അയാൾ സത്യത്തിൽ മാലയോ അല്ലെങ്കിൽ വളയോ ഒന്നുമല്ല, വെറും ജോലിക്കാരൻ മാത്രം. എന്നാൽ ജീവന് കാരണമായ പരമേശ്വരൻ എന്ന ആഭരണ നിർമ്മാതാവിനെ മനസ്സിലാക്കിയാൽ നിന്റെ അഹങ്കാരം നിലയ്ക്കും. ആ ഒന്ന് ആത്മാവാണ്. ആ ഏതെന്നും ആത്മാവാണ്. ഒരിടയിന് അനേകം ഗോക്കളെ നിയന്ത്രിക്കാൻ കഴിയുന്ന പോലെ ഇല്ലാതാക്കാനും കഴിയും. വിവിധ സസ്യ ജീവജാലങ്ങളിൽ അടങ്ങിയിരിക്കുന്നത് ആത്മതത്വമാണ്. നീ പരമാത്മാവിന്റെ അംശമാണ് എന്നൊക്കെ ഒന്ന് പറഞ്ഞു നോക്കി. പാലമരത്തിനെ പരമാത്മാവായി സങ്കല്പിച്ചാൽ, തൃക്കാക്കരമ്പലത്തിൽ നിങ്ങൾ എന്തെങ്കിലും ചെന്നിട്ടുണ്ടെങ്കിൽ ആ ശിവന്റെ ക്ഷേത്രത്തിലെ 3 ആള് പിടിച്ചാൽ എത്താത്ത വലിയൊരു ഏഴിലമ്പാലയുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ ആ പാലമെ ഞാനൊന്ന് വന്നിച്ചിട്ടു. അതെനിക്ക് അതിന്റെ അടുത്ത് ഞാൻ ചാരിയൊക്കെ നിൽക്കും. ഞാനും അതുകൊണ്ട് ഭയങ്കര കമ്പനിയാണ്. ആ പാലമരത്തിനെ പരമാത്മാവായി സങ്കല്പിച്ചാൽ പാലമരത്തിൽ എവിടെ മുറിച്ചാലും പാല് കിട്ടും, അല്ലേ? വെളുത്ത ഒരു ചറം കിട്ടും. പാലുള്ളത് പോലെ നീയും ജീവചൈതന്യത്തിന്റെ പരിപാലനമാണ്. അപ്പൊ ഈ പരിപാലനം എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ. എല്ലായിടത്തും പാലിന്റെ രൂപത്തിൽ ലയിച്ചു കിടക്കുന്നതാണ് പരിപാലനം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആ പാലയുടെ ഒരു കൊമ്പിന് ഇലയ്ക്കോ പറയാൻ പറ്റുമോ ഞാൻ പരിപാലനൻ അല്ലെന്ന്? ആ പാലയിലുള്ള അംശം തന്നെ ഇലകൾക്കുണ്ട്. അതുകൊണ്ട് ഈ പ്രകൃതിയിലുള്ള എല്ലാ അംശങ്ങളും നമ്മൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പരിപാലനത്തിലാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. അതുകൊണ്ട് നീ ശരീരമല്ല, അറിവാണ് എന്ന് ശേതകേതുവിനോട് വീണ്ടും പറയുന്നു. ബ്രഹ്മം എന്നൊന്നിനെ തിരിച്ചറിയാത്ത കാലത്തോളം നീ വളയും മാലയും മോതിരവും ആകും. അതുകൊണ്ട് ഞാൻ മനുഷ്യനും മറ്റത് കാളയും പോത്തും ആടും ഒക്കെ ആയിട്ടൊക്കെ നമുക്ക് തോന്നും. ആ ബ്രഹ്മവാദിയായി ഈച്ചയേറുമ്പോഴും കർമ്മബന്ധന്മാർ എന്നതറിഞ്ഞാലും എന്നുള്ള ജ്ഞാനപ്പാനയിൽ പൂന്താനം വിവരിക്കുന്ന ഒരു ഭാഗം നമ്മൾ അവിടെ മനസ്സിലാക്കണം. ഇനി ആലോചിച്ച് നോക്കിയിട്ട് ചോദ്യത്തിന് ഉത്തരം പറയാനായിട്ട് ശേതകേതുവിനോട് പറയുന്നത്. ഈ ചോദ്യം ഇന്നിപ്പോ എന്റെ ഗുരുനാഥൻ എന്നോട് ചോദിക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം ഞാൻ വിട്ടുകളായി. കാര്യം ഇത് ഇങ്ങനൊരു ചോദ്യമൊക്കെ ചോദിച്ചാൽ കഷ്ടപ്പെട്ടു പോകുള്ളൂ. അപ്പൊ അതുകൊണ്ട് അല്പ നിമിഷത്തേക്ക് ഈ ശേതകേതു ഉത്തരം മുട്ടിയ പോലെ ഇങ്ങനെ വണ്ടറടിച്ച് നിൽക്കുകയാണ്. അപ്പൊ പറയും, അച്ഛാ, ഗുരു ഇതൊന്നും പറഞ്ഞു തന്നിട്ടില്ല, അവിടുന്ന് അതെന്താണെന്ന് പറഞ്ഞ് തന്നാൽ വലിയ ഉപകാരമായിരുന്നു. അപ്പൊ ശേതകേതു അച്ഛനോട് ഇങ്ങനെ അപേക്ഷാഫലത്തിൽ പറയുന്നുണ്ട്, അവന്റെ ഗർഭമെല്ലാം നശിച്ചു കഴിഞ്ഞിരിക്കുന്നു. യാചിക്കുന്നവനെ യഥാർത്ഥ അറിവ് കൊടുക്കാൻ പാടുള്ളൂ. ഇത്തിരി അറിവ് എനിക്ക് തരൂ എന്ന് പറഞ്ഞ് നിനക്ക് യാചിക്കുന്നതിന് വേണ്ടി അർഹതയില്ലെങ്കിൽ പുത്രനോ പുത്രിക്കോ കൂടി ഭൗതിക സ്വത്തല്ലാതെ ഗൂഢശാസ്ത്രം പങ്കുവെക്കരുത്. ഞാൻ പറഞ്ഞത് എന്താണെങ്കിലും ഞാൻ പറഞ്ഞത് ഒരു 3 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വാനപ്രസ്ഥം സ്വീകരിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. 3 വർഷം കഴിയുമ്പോഴേക്കും മക്കളുടെ കല്യാണം കഴിയുമല്ലോ. അധികം അത്ര നേരം നീട്ടിക്കൊണ്ട് പോകുന്ന ആഗ്രഹമുണ്ട്. എങ്കിലും ഞാനൊരു 3 വർഷം കഴിഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ പോകുമ്പോൾ പോലും നമ്മൾ ഇത്ര നാളും സ്വായത്തമാക്കിയേക്കുന്ന പല ഔഷധങ്ങളുടെ കൂട്ടുണ്ട്. അത് അർഹതപ്പെട്ടവനെ കൊടുക്കാൻ പാടുള്ളൂ. ഭൗതിക സ്വത്ത് വേണമെങ്കിൽ മക്കൾക്ക് കൊടുത്തു, ഗൂഢശാസ്ത്രം പങ്കുവെക്കരുത്. ആരും അവരുടെ അത് കൈകാര്യം ചെയ്യാനായിട്ട് അവർക്ക് അറിയില്ലെങ്കിൽ ചെയ്യും, തീർന്നില്ലേ? അതുകൊണ്ട് ഇത് അർഹതപ്പെട്ട ഒരാൾക്ക് കൊടുക്കണം. അതുകൊണ്ട് ഉദ്ദാലക മഹർഷി പുത്രനോട് യഥാർത്ഥ അറിവിനെ കുറിച്ച് എങ്ങനെ വിവരിക്കുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. ശേതകേതു, നീ ആദ്യം മനസ്സിലുണ്ടാവുന്ന ദുർവിചാരങ്ങൾ അടക്കുക. അറിവുണ്ടെന്ന് അഹങ്കരിക്കരുത്, അത് വിഡ്ഢികളുടെ ലക്ഷണമാണ്. ആത്മാവ് പൂന്തോട്ടമാണെന്ന് കരുതുക. ആത്മാരാമനാകുക. ആത്മാരാമൻ ആർക്കെങ്കിലും നിങ്ങളുടെ ഏതെങ്കിലും ഒരു മരത്തിനോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനോ ഇങ്ങനെ ഒരു പേരും കൂടി കൊടുക്കണോട്ടോ, ആത്മാരാമ എന്നുള്ളത്. രാമൻ എന്താണെന്നുള്ളത്, രാമന്റെ അർത്ഥമൊക്കെ നിങ്ങൾ ഇതിനു മുമ്പും പഠിച്ചിട്ടില്ലേ? ദശരഥന് രസം ഉണ്ടായപ്പോൾ അവിടെ എന്താണ് രമ്യതയിൽ അദ്ദേഹം ഏതോ ഒരു രസത്തിൽ മുഴുകി. അതുകൊണ്ടാണ് അവിടെ രാമ എന്നുള്ളൊരു പേര് വരാനുള്ളൊരു കാരണം. അപ്പൊ ആത്മാവിനെ ആരാമവുമായി ബന്ധപ്പെടുത്തുക.
ആത്മരാമൻ. അപ്പൊ ആത്മരാമൻ എന്ന് പറ, ആരാമം എന്നാണ് പൂന്തോട്ടം. ആത്മരാമൻ എന്താണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മൾ ഉത്തരം കിട്ടാത്ത ഒരു ഭാഗമാണ് അല്ലെ, ആരാമം പൂന്തോട്ടമാണ്. ആത്മാരാമനാകുക എന്ന് പറഞ്ഞാൽ ആരാമത്തിലെ ആ ഭംഗിയാർന്ന പുഷ്പങ്ങളാകുക. അപ്പൊ ആത്മരാമൻ പൂവിലും വസിക്കുന്നു. ആരാമം എന്ന പൂന്തോട്ടത്തിലെ പൂവിതളാകാനായിട്ട് ശതകേതു നീ ഒന്ന് ശ്രമിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഗായത്രിയിൽ പ്രവേശിക്കുമ്പോൾ തന്നെ പ്രപഞ്ചം ഉരവിടുന്ന ശബ്ദാർത്ഥം പോലും മനസ്സിൽ ജനിക്കുന്ന ഒരു കാലം ജനിക്കും. അത് വിദൂരമല്ല, അതും അതിവിദൂരമല്ല എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഗായത്രിയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പ്രപഞ്ചം ഉരുവിടുന്ന ശബ്ദാർത്ഥം, പ്രപഞ്ചം ആ സമയത്ത് ഒരു ശബ്ദാർത്ഥം പുറപ്പെടുവിക്കും. അതിനുള്ള തയ്യാറെടുപ്പാണ് നമ്മൾ ഈ എന്താണ് ആ സ്പ്രേ കൊണ്ട് ഇങ്ങനെ സൂര്യന് നേരെ ഇങ്ങനെ സ്പ്രേ ചെയ്യൂലേ, അപ്പൊ മുഖത്ത് പലതരം വർണ്ണങ്ങളെല്ലാം വരൂലേ. ഇത് ജ്ഞാനത്തിന്റെ ധീമഹി ഉണരും എന്നാ പറയുന്നത്. ധീമഹി എന്ന് വെച്ചാൽ ബുദ്ധി ഉണരും എന്നാ പറയുന്നത്. ആ ബുദ്ധിയുടെ ഉറവിന് വേണ്ടിയുള്ള പ്രയത്നമാണ് ഇപ്പോൾ ഗായത്രി. അതുകൊണ്ട് ഗായത്രിയിൽ പ്രവേശിക്കുമ്പോൾ തന്നെ പ്രപഞ്ചം ഉരുവിടുന്ന ശബ്ദാർത്ഥം പോലും മനസ്സിൽ ജനിക്കുന്ന ഒരു കാലം ജനിക്കും. അതും അതിവിദൂരമല്ല എന്നാണ് അദ്ദേഹം പറയുന്ന ഒരു മന്ത്രം. ഇത് വായിക്കുന്ന നീയും വേദോ അസി ആകുന്നു, വേദോ അസി ആകുന്നു. നീ അറിവാണ്, നീ വേദമാണ്. അറിവ് എല്ലാത്തിലും ഉണ്ട്. ഗുരുവിൽ നിന്നും ഒരു പാദമേ ലഭിക്കൂ, ബാക്കി പാദം മാതാപിതാക്കളിൽ നിന്നും, ബാക്കി സ്വമേവയും ബാക്കി കാലവും തരും. എല്ലാം ഗുരുവിൽ നിന്ന് ലഭിക്കും എന്നുള്ളതും ആത്മതത്വം എന്ന തൻ്റെ പരമാർത്ഥ ബോധത്തെ തിരിച്ചറിയാത്തൊരു കുറവാണ്. അതുകൊണ്ട് അറിവ് നമ്മളുടെ ഈ ഗ്രൂപ്പിൽ നിന്ന് മാത്രമാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ അങ്ങനെ തുടരാമെന്ന് നിങ്ങൾ ധരിക്കരുത്. ഉള്ള ഗ്രൂപ്പുകളിലൊക്കെ പോവുക, കിട്ടുന്ന അറിവ് മുഴുവൻ ശേഖരിക്കുക, ഇവിടുന്ന് കിട്ടാത്തത് വേറൊരു സ്ഥലത്ത് പോയി അന്വേഷിക്കുക. അപ്പൊ ഇത്രമാത്രം പറഞ്ഞപ്പോൾ നിന്നിലേക്ക് അനുചിതമായത് അല്പമെങ്കിലും പ്രവേശിച്ചത് നിനക്കൊരു ഗുരു ഉണ്ടായത് കൊണ്ടാണ് എന്ന് വീണ്ടും പറയും. ഞാൻ പറഞ്ഞപ്പോൾ നീ കുറച്ചു നേരം നിശബ്ദനാവുന്നുണ്ടല്ലോ ശതകേതു. ഇത്രമാത്രം പറഞ്ഞപ്പോൾ തന്നെ നിന്നിലേക്ക് അനുചിതമായത് അല്പമെങ്കിലും പ്രവേശിച്ചത് നിനക്കൊരു ഗുരു ഉണ്ടായത് കൊണ്ടാണ്. അതുകൊണ്ട് ചേതകേതു, നീ ചുറ്റും കാണുന്ന ഈ പ്രപഞ്ചമില്ലേ, അത് മുമ്പ് ഉണ്ടായിരുന്നില്ല. അപ്പൊ സത്ത ഉണ്ടായിരുന്നില്ല. ഇവയെല്ലാം ഇതിനു മുമ്പ് ആദിയിൽ ഒരു ചൈതന്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സത്യസമ്പത്തല്ലാതെ മറ്റൊന്നും ഉണ്ടായില്ല. ആ സത്ത് പലതാകട്ടെ എന്ന് ആഗ്രഹിച്ചു. ഞാൻ ഇന്നലെ എട്ടുകാലിയുടെ കാര്യം പറഞ്ഞില്ലേ, ആ എട്ടുകാലി ആഗ്രഹമുള്ളപ്പോഴൊക്കെ വല നെയ്യും. ആ വല പൊട്ടിച്ചാൽ വീണ്ടും വല നെയ്യും. ആ വല പൊട്ടിച്ചാൽ വീണ്ടും വല നെയ്യും. ഈ വസ്തു എട്ടുകാലിയിൽ എവിടെ നിന്നുണ്ടാകുന്നു? എവിടെ നിന്നുണ്ടാകുന്നു? ഒരു പുലി വിശന്നു കഴിഞ്ഞാൽ ഒരു മാന ഓടിച്ചുവിടും, കഥക്കില്ല. വീണ്ടും ഓടിച്ചുവിടും, കഥക്കില്ല. വീണ്ടും ഒരു മുയലിനെ ഓടിച്ചുവിടും, കഥക്കില്ല. അടുത്ത ജീവിയെ ഓടിച്ചുവിടും, കഥക്കില്ല. ഒരാഴ്ചയോളം ഇത് ഓടും, ചിലപ്പോൾ ഒരു മാസത്തോളം ഓടും. ഈ ഓടാനുള്ള ഊർജം എവിടെ നിന്ന് പുലിക്ക് കിട്ടി? ഭക്ഷണത്തിലൂടെയാണ് ഊർജം കിട്ടുന്നത് എന്നുള്ളത് അതാണ് ഞാനിവിടെ പഠിപ്പിച്ചു വരുന്നത്. പക്ഷെ പുലി ഓടുന്നത് ഭക്ഷണം കിട്ടാനുള്ള ആഗ്രഹം കൊണ്ടാണ്. അത്രക്ക് അത്യുജ്വലമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് ഉദ്ധരിക്കാത്ത കയ്യോ കാലോ കണ്ണോ ലിംഗമോ എന്തായിട്ട് അത് ഉദ്ധരിക്കും. കടുത്ത ആഗ്രഹമാണ് വേണ്ടത്. ചിലതിനോടെല്ലാം കടുത്ത കാമം വേണമെന്നാണ് പറയുന്നത്. ആ കാമ പൂർത്തീകരണത്തിന് വേണ്ടി നമ്മളിൽ ഒരു ശക്തി, എനർജി വരും. ഇതാണ് ഈ ഊർജം എന്നെല്ലാം പറയുന്നത്. അപ്പൊ ആദ്യം പഞ്ചതന്മാത്രകൾ ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. ആ പഞ്ചഭൂതങ്ങളുടെ സൂക്ഷ്മ രൂപങ്ങളാണ് പഞ്ചതന്മാത്രകൾ. അഗ്നി, ആകാശം, വായു, ജലം, ഭൂമി, ആകാശം, ഇവയാണ് പഞ്ചതന്മാത്രകൾ എന്നൊക്കെ നമ്മളിപ്പോ കഴിഞ്ഞ ദിവസമൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അന്നത്തിൽ നിന്നാണ് ജീവനും ബുദ്ധിയും ഉണ്ടാവുന്നത്. അപ്പോ ശേതകേതു ഒന്ന് പേടിച്ച്, അന്നത്തിൽ നിന്നാണോ ബുദ്ധി ഉണ്ടാവുന്നത്? അന്നത്തിൽ നിന്ന് ജീവൻ ഉണ്ടാവുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അന്നത്തിൽ നിന്നാണ് ജീവൻ ഉണ്ടാവുന്നത്. അന്നം പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടാവുന്നു. പിന്നീട് ജീവാത്മാവ് സ്ഥാവര ജംഗമ വസ്തുക്കളിൽ ഇങ്ങനെ സ്വയം പ്രകൃതമായി. അതാണ് നമ്മൾ ആദ്യമായിട്ട് അറിയേണ്ടത്. ആദിയിൽ ഇവിടെ ഉണ്ടായിരുന്ന ആ സത്ത് തന്നെയാണ് ജീവജാലങ്ങളിൽ ചൈതന്യ സ്വരൂപനായ ജീവാത്മാവായി നിലനിൽക്കുന്നത്. അതുകൊണ്ട് ആ സത്തിനെ അറിഞ്ഞാൽ എല്ലാത്തിനെയും അറിയാം. അതുകൊണ്ട് ശതകേതു മകനെ, ഞാൻ നിന്നോട് ചോദിച്ചില്ലേ, ഏതൊന്നിനെ അറിഞ്ഞാലാണോ പിന്നെ യാതൊന്നും അറിയേണ്ടതില്ലെന്ന് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഉത്തരം ഇതാണ്. സകല ജീവജാലങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ആ സത്യത്തിന്റെ അറിവിലൂടെ എല്ലാം അറിയാനാകും, പിന്നെ മറ്റൊന്നും അറിയാനില്ല. മനസ്സിലായി കാണുമോ എന്ന് എനിക്കറിയില്ല. ഉത്തരം ഇതാണ്. സകല ജീവജാലങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ആ സത്യത്തിന്റെ അറിവിലൂടെ എല്ലാം അറിയാനാകും, പിന്നെ മറ്റൊന്നും അറിയാനില്ല. അത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ ശ്വേതകേതുവിന് അനേകം സംശയങ്ങൾ ഉണ്ടായി. അത് നിങ്ങൾക്കിപ്പോൾ ഉണ്ടായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ആത്മബോധത്തോടെ കേൾക്കുന്ന നിങ്ങൾക്കുണ്ടാകാൻ സാധ്യതയുണ്ട് ഞാൻ ഈ പറയുന്നത്. അപ്പൊ ആദിയിൽ ഒന്നായിരുന്നത് എങ്ങനെയാണ് പലതാകുന്നത്?
അതൊരു ചോദ്യമല്ലേ. ആദിയിൽ ഒന്നായിരുന്നത് എങ്ങനെയാണ് പലതാകുന്നത്? സൂക്ഷ്മരൂപത്തിൽ നിന്ന് എന്നൊക്കെ പണ്ഡിതർ വിളിക്കുന്നു. ജീവാത്മാക്കളിൽ നിന്നും എങ്ങനെ സ്ഥൂലം എന്ന മാംസദൃശ്യമായ ശരീരം ഉണ്ടാകും? അതാണ് ചേതകേതു ചോദിക്കുന്നത്. ഒന്നും വ്യക്തമായി മനസ്സിലാവുന്നില്ലല്ലോ. അപ്പൊ ചേതകേതുവിന്റെ ഈ അവസ്ഥ മനസ്സിലാക്കിയ ഉദ്ദാല മഹർഷി അവിടെ പറയുന്നുണ്ട്, ശരി, നീ ഇപ്പോൾ ഒന്ന് പോകുമോനെ, ഒരു 15 ദിവസം ഇനി നീ ഒരു ആഹാരവും കഴിക്കരുതെന്ന് പറയും. എല്ലാവരും ശ്രദ്ധിക്കണോട്ടോ ഇതിന്റെ ഉത്തരം. ഈ ആദിയിൽ ഒന്നായിരുന്നത് എങ്ങനെയാണ് പലതാകുന്നത്? സൂക്ഷ്മത്തിൽ നിന്ന് എന്നൊക്കെ പണ്ഡിതന്മാരെ വിളിക്കുന്നുണ്ടെങ്കിൽ പോലും ഇത് മനസ്സിലാവുന്നില്ല അച്ഛാ. ജീവാത്മാവിൽ നിന്ന് എങ്ങനെ സ്ഥൂലമെന്ന മാംസദൃശ്യമായ ശരീരം ഉണ്ടാകും? ഒന്നും വ്യക്തമായി മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ചേതകേതുവിന്റെ അവസ്ഥ മനസ്സിലാക്കിയ ഉദ്ദാല മഹർഷി മകന്റെ ആ കണ്ണിൽ നോക്കി പറഞ്ഞു, ചേതകേതു, നീ ഇപ്പോൾ ഒന്ന് പോകുക, 15 ദിവസങ്ങൾ ഇനി ആഹാരമൊന്നും നീ കഴിക്കരുത്, ആവശ്യമെങ്കിൽ വെള്ളം മാത്രം കുടിക്കുക, ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ അത് ആ വെള്ളം കുടിക്കാം, അത് വിരോധമൊന്നുമില്ല. പക്ഷെ 16ാമത്തെ ദിവസം മാത്രം നമ്മൾ തമ്മിൽ കാണാൻ പാടുള്ളൂ. ഇതിനിടക്ക് നീ എന്തെങ്കിലും ഭക്ഷിക്കാൻ പാടുള്ളതല്ല, വെള്ളം വേണമെങ്കിൽ കുടിച്ചോ എന്ന് പറയുന്നുണ്ട്. അച്ഛന്റെ ഈ ആവശ്യം ചേതകേതു അനുസരിക്കാൻ തയ്യാറായി. അങ്ങനെ പുള്ളി 15 ദിവസം പട്ടിണി കിടന്നു. അച്ഛന്റെ നിർദ്ദേശപ്രകാരം ചേതകേതു 15 ദിവസം ആഹാരമൊന്നും കഴിക്കാതെ ജലപാനം മാത്രം ചെയ്ത് അങ്ങോട്ട് ജീവിച്ചു. അങ്ങനെ അദ്ദേഹം 15ാമത്തെ ദിവസം മകനെ സമീപിച്ചു. ക്ഷീണം കൊണ്ട് മകൻ ശോഷിച്ചു, വല്ലാത്തൊരവസ്ഥ 15 ദിവസം കൊണ്ട് തന്നെ. ചേതകേതു, എന്താച്ചാ, നീ വേദങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്. എങ്കിൽ പുരുഷഭക്തം ഒന്ന് ചൊല്ലൂ. വേദങ്ങളെല്ലാം പഠിച്ചവനാണ് ചേതകേതു. അപ്പൊ പുരുഷഭക്തമുള്ള അതിനകത്ത് മെയിൻ ആയിട്ട് കിടക്കുന്ന ഒരു മന്ത്രം എന്ന് പറയുന്നത്. അപ്പൊ ചേതകേതു പറയണ്, എന്റെ അച്ഛ, എനിക്കിന്ന് ഓർമ്മയൊന്നും വരുന്നില്ല എന്ന് പറയണ്. ഓർമ്മയൊന്നും വരുന്നില്ലെന്ന്. അച്ഛ, വേദങ്ങളൊന്നും എനിക്ക് ഓർമ്മ വരുന്നില്ലല്ലോ. ശരി, നീ എങ്കിൽ പോയി കുറച്ച് ദിവസം ആഹാരമൊക്കെ കഴിച്ച് ക്ഷീണമായിട്ട് വരൂ. അത്രയും ദിവസം നീ വേദമൊന്നും പഠിക്കാൻ നിൽക്കണ്ട, സ്വാധ്യായം ഒന്നും ചെയ്യണ്ട, വേദങ്ങൾ തുറന്നു നോക്കണ്ട എന്ന് പറയും. ഇപ്പൊ നിനക്ക് ഓർമ്മയില്ലല്ലോ, നീ വേദങ്ങൾ തുറന്നു നോക്കാത്ത കുറച്ച് ദിവസം ഭക്ഷണം കഴിച്ചിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ചേതകേതു അങ്ങനെ ചെയ്തു. നന്നായി ആഹാരം കഴിച്ചു, അങ്ങനെ വിശ്രമിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞു. ചേതകേതുവിന്റെ ക്ഷീണമൊക്കെ മാറി, ആരോഗ്യം ഒന്ന് പുഷ്ടിപ്പെട്ടു, പഴയതുപോലെ ആയില്ലെങ്കിൽ പോലും. ആ സമയത്ത് അദ്ദേഹത്തിന് വേദം ഓർമ്മയിൽ വന്നു. പിതാവിന്റെ നിർദ്ദേശപ്രകാരം ചേതകേതു ചോദിച്ച ഭാഗങ്ങളൊക്കെ, ഉദ്ദാലകൻ ചോദിച്ച ഭാഗങ്ങളൊക്കെ ഈ ചേതകേതു ആ സമയത്ത് ചൊല്ലിക്കേൽപ്പിക്കുന്നുണ്ട്. അപ്പൊ ചേതകേതു, നിനക്കിപ്പോൾ ഈ അറിവ് എവിടെ നിന്നാണ് തിരിച്ചു കിട്ടിയത്? അപ്പോൾ പറഞ്ഞു, ആരോഗ്യം ക്ഷയിച്ചിരുന്ന അവസ്ഥയിൽ ഈ അറിവ് എന്തുകൊണ്ട് നിനക്ക് ഓർമ്മ വന്നില്ല? 2 ചോദ്യം. ചേതകേതു, നിനക്കിപ്പോൾ ഈ അറിവ് എവിടെ നിന്നാണ് തിരിച്ചു കിട്ടിയത്? ആരോഗ്യം ക്ഷയിച്ചിരുന്ന അവസ്ഥയിൽ ഈ അറിവ് എന്തുകൊണ്ട് നിനക്ക് ഓർമ്മ വന്നില്ല? പിതാവിന്റെ ചോദ്യം. ചേതകേതു ഇങ്ങനെ ചിന്താമഗ്നൻ എന്നൊക്കെ പറയില്ലേ, ചിന്താവിഷയ സീത, മറ്റേ ശ്രീനിവാസന്റെ പടത്തിലെ ശ്യാമളെ എന്തു പറ്റി എന്നൊക്കെ ചോദിക്കുന്ന പോലെ ഈ ഒരു ചോദ്യം ഉദ്ദാലകൻ ചോദിച്ചു. അപ്പോ ഉദ്ദാലകൻ ഒന്ന് വിശദീകരിച്ചു കൊടുത്തു. ഭൗതിക ശരീരം അന്നത്തിൽ നിന്നുണ്ടാവുന്നു. അന്നാത് ഭവന്ത ഭൂതാദി എന്നെല്ലാം കൃഷ്ണൻ പറയുന്നത് നിങ്ങൾ കേട്ട് കാണൂല്ലേ? അപ്പൊ ഭൗതിക ശരീരം അന്നത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അന്നം സ്ഥൂലമാണ്. അന്നമോ ജലത്തിൽ നിന്നുണ്ടാകുന്നു. ജലം പ്രകാശം എന്ന തേജസ്സിൽ നിന്നുണ്ടാകുന്നു. അതായത് അന്നത്തിന്റെ സൂക്ഷ്മഭാവമാണ് ജലം. ആ ജലത്തിന്റെ സൂക്ഷ്മഭാവം തേജസ്സുമാണ്. ഈ തേജസ് ഉണ്ടാവുന്നതാകട്ടെ എല്ലായിടത്തും വല്ലപ്പോഴും വ്യാപിച്ചിരിക്കുന്ന വസ്തുവായ സത്തിൽ നിന്നാണ്. സത്തിന് ഉൽപ്പത്തിയില്ല, നാശവുമില്ല. സകല അറിവിന്റെയും മൂലകാരണം സത്താണ്. മനസ്സും ഭൗതികമാണ്. ശരീരബന്ധത്താൽ മനസ്സ് ആഹാരത്തിൽ നിന്നാണ് പുഷ്ടി നേടുന്നത്. ഒന്നും കൂടി ഞാൻ പറയുന്നു, മനസ്സും ഭൗതികമാണ്. ശരീരബന്ധത്താൽ മനസ്സ് ആഹാരത്തിൽ നിന്നാണ് പുഷ്ടി നേടുന്നത്. ശരീരത്തിനും മനസ്സിനും ആവശ്യമായ ഊർജം ആഹാരത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. മനസ്സിന് ശരീരത്തെ ആശ്രയിക്കാതെ സ്വതന്ത്രമായി പുഷ്ടിപ്പെടുവാൻ സാധിക്കില്ല. മനസ്സിന് സ്വാതന്ത്ര്യസത്തയില്ല. ആഹാരത്തിന്റെ സൂക്ഷ്മാംശം പരിണമിച്ചുണ്ടാവുന്ന മനസ്സിനെ ആഹാര സംബന്ധിയായ ക്ഷീണവും പുഷ്ടിയും വരാം. അതുകൊണ്ട് ആഹാരമില്ലാതെ ശരീരം ക്ഷീണിക്കുമ്പോൾ മനസ്സും ക്ഷീണിക്കും. മനസ്സ് തളർന്നവന്റെ ബുദ്ധി ശരിയായി പ്രവർത്തിക്കയില്ല. അപ്പോൾ അവനിലെ അറിവ് സൂക്ഷ്മമെന്ന ജീവനിലേക്ക് മാറി നിൽക്കും. അപ്പൊ യഥാർത്ഥത്തിൽ ജീവൻ നശിക്കുന്നില്ലെങ്കിലും സ്ഥൂലമായി ശരീരത്തിലെ അത് പ്രകടമാകുന്നില്ല. ഒന്നും കൂടി മനസ്സിലാക്കുക, നമ്മളിപ്പോ 10 ദിവസം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ യഥാർത്ഥ ജീവൻ നശിക്കുന്നില്ലെങ്കിലും സ്ഥൂലമായ ശരീരത്തിൽ അത് പ്രകടമാവുകയില്ല. അപ്പൊ മനസ്സും ശരീരത്തിനും ആരോഗ്യമുള്ളപ്പോഴാണ് ബുദ്ധിയും സ്മൃതിയും ഒക്കെ വേണ്ടതുപോലെ പ്രവർത്തിക്കുന്നത്.
അപ്പൊ എല്ലാ അറിവിന്റെയും മൂലകാരണം സത്ത് തന്നെയാണ്. ആ സത്ത് തന്നെയാണ് ആത്മരൂപേണ എല്ലാവരിലും അല്ലെങ്കിൽ എല്ലാവരിലും വ്യാപിച്ചിരിക്കുന്നത്. അത് അഖണ്ഡമാണ്, ആനന്ദ സ്വരൂപമാണ്. യഥാർത്ഥത്തിൽ ഈ സത്താണ് മനുഷ്യന്റെ സ്വന്തം രൂപം. ഒന്ന് കണ്ണാടിയിൽ നോക്കുമ്പോൾ ആ സത്തിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കണം. അപ്പൊ തന്റെ സ്വന്തം രൂപത്തെ അറിയുന്നവന് ആനന്ദാനുഭൂതി ഉണ്ടാകും. ആ ആനന്ദാനുഭൂതിയിൽ ലയിച്ച് ആത്മാവാകുന്ന സത്തുമായി എപ്പോഴാണോ ഏകീഭവിക്കുന്നത്, അല്ലെങ്കിൽ ഏകമായി അത് ഭവിക്കുന്നതാണ്, അതാണ് യഥാർത്ഥ സുഖം. അപ്പൊ എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്ന ആ ആത്മസത്ത ശ്വേതകേതു നിന്നിലുമുണ്ട്. ഈ ഇത് കേൾക്കുന്ന നിങ്ങളിലെല്ലാം ഉണ്ട്. അല്ലയോ ശ്വേതകേതു എന്ന് ചോദിക്കേണ്ട വീണ്ടും. ആ സത്ത് നീ തന്നെയാകുന്നു. ആനന്ദ സ്വരൂപമായ ആ ആത്മാവ് നീ തന്നെയാകുന്നു. തത്വമസി ശ്വേതകേതു, തത് അത്, ത്വം നീ തന്നെയാകുന്നു എന്നുള്ളൊരു ഭാഗം ഈ ശതാശേതര ഉപനിഷത്തിൽ വരാനുള്ള കാരണം അതാണ്. അപ്പൊ ജീവാത്മാവിനെയും പരമാത്മാവിനെ കുറിച്ച് അനേക തത്വങ്ങൾ ഈ ശ്വേതകേതുവിന് ഈ ഉദ്ദാലകൻ വ്യക്തമായിട്ട് വിശദീകരിച്ച് കൊടുത്തു, അല്ലെങ്കിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് അവനോട് ഒരു പേരാൽ വിത്ത് കൊണ്ടുവരാനായിട്ട് ആവശ്യപ്പെട്ടു. അടുത്ത ഉത്തരവുണ്ടോ? അടുത്ത ചിരിക്കാനുള്ള ഒരു ഉത്തരത്തിലേക്കാണ് പോണത്. ശ്വേതകേതു ഒരു പേരാലിന്റെ വിത്ത് കൊണ്ടുവന്ന് കാണിച്ചു. ശരി, അതിലെ തോലകറ്റി നോക്കാൻ പറഞ്ഞേ. അതിൽ നീ കാണുന്നത് എന്താണെന്ന് ചോദിച്ചു. അപ്പൊ ശ്വേതകേതു പറഞ്ഞു, പേരാൽ വിത്ത് പൊളിച്ചു നോക്കി, അണുക്കളെ പോലെ ഒരു ചെറിയ വിത്തുകൾ കാണുന്നു. ശരി, അതിലൊന്നെടുത്ത് പൊളിച്ചു നോക്കാൻ പറഞ്ഞു. അതും പൊളിച്ചു നോക്കി. ഇപ്പോൾ എന്ത് കാണുന്നു? അതിലൊന്നും കാണുന്നില്ല. ഈ വിത്തിനുള്ളിൽ ഒന്നും കാണുന്നില്ലെങ്കിലും അതിൽ പേരാലിന്റെ ബീജമായ ചെറിയൊരു അംശമുണ്ട്. ആ ചെറിയ ബീജമാണ് വലിയ വൃക്ഷമായി വളരുന്നത്. ഇതുപോലെയാണ് സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലമുണ്ടാവുന്നത്. സൂക്ഷ്മമായ ആത്മാവ് വിവിധ രൂപങ്ങളോട് കൂടിയ സ്ഥൂല പ്രപഞ്ചമായ വിധം മാറുന്നു. സ്ഥൂലവും സൂക്ഷ്മം എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായില്ലേ? നമ്മുടെ ശരീരത്തിന്റെ മാംസത്തിന്റെ വിളിക്കുന്ന പേരാണ് സ്ഥൂലം, സ്ഥൂല ശരീരം. സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത് മനസ്സും ആത്മാവും. സ്ഥൂല ശരീരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ നമ്മളുടെ എന്താണ് മാംസമായൊരു ബോഡിക്ക് വിളിക്കുന്നതാണ്. അപ്പൊ ശ്വേതകേതുവിന് വീണ്ടും ഒരു സംശയം ഉണ്ടായി. ഈ മെമ്മാരുടെയൊക്കെ സംശയം തീർത്തിട്ട് നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ഈ സത്തായ ആത്മാവാണ് പ്രപഞ്ചത്തിലെ എല്ലാത്തിനും കാരണമെങ്കിൽ അതിനെ പ്രത്യക്ഷമായി കാണാൻ സാധിക്കാത്തത് എന്തുകൊണ്ട്? ഈശ്വരനെ എന്തുകൊണ്ടാണ് കാണാൻ സാധിക്കുന്നതാണ് ഈ തലതെറിച്ച ഈ പയ്യൻ ശ്വേതകേതു ഉദ്ദാലകനോട് ചോദിക്കുന്നത്. സത്തായ ആത്മാവ്, ഇങ്ങനെയൊക്കെയാണ് ഋഷികൾ എഴുതി വെക്കുന്നത്. സത്തായ ആത്മാവാണ് പ്രപഞ്ചത്തിലെ എല്ലാത്തിനും കാരണമെങ്കിൽ അതിനെ പ്രത്യക്ഷമായി കാണാൻ സാധിക്കാത്തത് എന്തുകൊണ്ട്? എന്താണോ ഈശ്വരനൊന്ന് കാണിച്ചു തരാൻ പറ്റാത്തത്? ഒന്ന് നേരിട്ടൊന്ന് കാണിച്ചു തരൂ. അയാളെ എനിക്ക് കാണാൻ 2 എണ്ണം പറയാനുണ്ടെന്ന് നമ്മുടെ ഗ്രൂപ്പിൽ പോലും ഇന്ന് പലരും പറഞ്ഞില്ലേ? അതിന് ഉത്തരവാണ് ഈ പറയുന്നത്. ഉദ്ദാലകൻ പറഞ്ഞു, ശ്വേതകേതു മകനെ, നീ ഇപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ കുറച്ച് ഉപ്പിടണം, എന്നിട്ട് അത് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ശ്വേതകേതു അപ്രകാരം ചെയ്തു. പിറ്റേ ദിവസം ഉപ്പിട്ട ജലവുമായി ശ്വേതകേതു അച്ഛന്റെ അടുത്തെത്തി. നീ ഇന്നലെ ഈ വെള്ളത്തിലിട്ട് ഉപ്പ് എവിടെ പോയെന്ന് ചോദിച്ചു. അത് കാണുന്നില്ല. ഇനി ഈ വെള്ളത്തിൽ അല്പം എടുത്ത് രുചിച്ചു നോക്കാൻ പറഞ്ഞു. അപ്പൊ ശ്വേതകേതു ആ ജലം എടുത്ത് രുചിച്ചു നോക്കി. അച്ഛ, ഇതിനകത്ത് ഉപ്പ് രസം ഉണ്ട് കേട്ടോ എന്ന് പറയണേ. ശരി, എങ്കിൽ ഈ വെള്ളത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ രസം നോക്കാൻ പറഞ്ഞു. അപ്പൊ ശ്വേതകേതു അപ്രകാരം എല്ലാ ഭാഗത്തിലും വെള്ളം എടുത്തു. എല്ലാത്തിനും ഉപ്പ് രസം തന്നെയാണ്. നീ ഇന്നലെ വെള്ളത്തിലിട്ട ഉപ്പ് ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്, പക്ഷെ വെള്ളത്തിലെ ഉപ്പിനെ നിനക്ക് കാണാൻ കഴിയുന്നില്ല എന്ന് മാത്രം. എങ്കിലോ രുചിച്ചു നോക്കിയിട്ട് ആ രസം ഉപ്പ് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതുപോലെ ഓരോ ശരീരത്തിലുമുള്ള ആത്മാവിനെ നമുക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും മറ്റു വിധത്തിൽ അതിനെ അനുഭവിച്ചറിയാൻ പറ്റും. കാറ്റ് നമ്മൾ കണ്ണടച്ചിരുന്നാൽ കാറ്റ് വീശുമ്പോൾ എങ്ങനെ അറിയാൻ പറ്റും? ചെവി അതറിയാൻ പറ്റും. ദേഹത്ത് വന്നാൽ കാറ്റടിക്കുന്നത് അറിയാൻ പറ്റും. അതുകൊണ്ട് കാറ്റിനെ കാണാൻ കഴിയുന്നില്ല എന്ന് പറയുന്നതും ഈശ്വരനെ കാണാൻ കഴിയുന്നില്ല എന്ന് പറയുന്നതും മണ്ടത്തരമായി പോകും, അല്ലേ? കാറ്റിനെ കാണാനായിട്ട് നമുക്ക് പറയും. വൈദ്യുതിയെ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. മധുരത്തെ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. ചൂടിനെ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. അപ്പോ ഇതിന്റെ ഈ ആ അഗ്നിക്ക് ചൂടാണ് എന്നുള്ളതൊക്കെ തിരിച്ചറിയാൻ പറ്റുന്ന പോലെ ഈ സത്തിനെയും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ശ്വേതകേതു എന്ന് പറയണത് അത് ആദ്യം തന്നെ വേദം പഠിച്ചിട്ട് ഒരു കാര്യമില്ല, സമയം പോക്കാണ് എന്നാണല്ലോ ആദ്യം തന്നെ ആ പയ്യൻ ചിന്തിച്ചിരുന്ന വെച്ചത്. അപ്പൊ ശ്വേതകേതു വീണ്ടും സംശയം ചോദിക്കുകയാണ്. അച്ഛ, ഈ വെള്ളത്തിലെ ഉപ്പിനെ സാധു കൊണ്ട് അറിയുന്നത് പോലെ ആത്മാവിനെ ഒന്ന് സ്വാദു കൊണ്ട് അറിയാൻ പറ്റുമോ? അല്ലെങ്കിൽ രുചിച്ചറിയാൻ പറ്റുമോ? തൊട്ടു നോക്കി അറിയാൻ പറ്റുമോ? എങ്ങനെയാണ് അതിനെ അറിയണത്? മൊബൈൽ ഫോണിൽ പുതിയൊരു ആപ്പ് ഉണ്ടോ? ഈശ്വരൻ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ടോ? എന്താണെന്ന് വെച്ചെങ്കിൽ അത് എടുത്തിട്ട് ഈശ്വരനെ എവിടെ വപ്പിക്കുന്നത്, നമ്പർ എത്രയാണ് എന്നൊക്കെ നമുക്ക് ചോദിക്കായിരുന്നു. അതുപോലത്തെ ഒരു ചോദ്യം ഈ ഉദ്ദാലകനോട് ചോദിക്കുന്നത്.
അപ്പൊ അതിന് ഉത്തരം അദ്ദേഹം കൊടുക്കുകയാണ്, കള്ളന്മാർ ഒരുവനെ പിടികൂടി, എന്നിട്ട് കണ്ണുകെട്ടി കാട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ട് കടന്ന് കളഞ്ഞെന്നിരിക്കട്ടെ, അവന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കാൻ പറഞ്ഞു. നിങ്ങൾ കാട്ടിൽ പോയാൽ കഷ്ടപ്പെട്ടു പോകട്ടോ, അതാണ് ഞാൻ പറഞ്ഞത്. വഴി അറിയാതെയും ഒരു വിധത്തിലും സഹായിക്കാൻ ആരുമില്ലാതെയും കാട്ടുപാതയിൽ വളരെ വിഷമിക്കും, അല്ലെങ്കിൽ വലയേണ്ടി വരും. ആ വഴി വരുന്ന ദയാലുവായ ഒരാൾ അവനെ കെട്ടഴിച്ച് ആശ്വസിപ്പിച്ച് സ്വന്തം നാട്ടിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുന്നത് പോലെ ഈ ജ്ഞാനമാർഗത്തിലെ സർവ്വ വഴികളും ഈ കാട്ടിൽ ജീവിച്ച ഒരു മനുഷ്യന് എവിടെയാണ് കാടിന്റെ ഭാഗങ്ങൾ അറിയാൻ പറ്റും. എവിടെ ഒരുത്തൻ കുടുങ്ങി കിടന്നാൽ അവനെ അത് കൊണ്ടുവരുന്നത് അവൻ ആ വഴിയെല്ലാം അറിയാവുന്നതുകൊണ്ടും കാടിനെ അറിയുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇതറിയുന്നത് ഒരു ഗുരുവിന്റെ സഹായത്താൽ ആത്മാവിനെ അറിയാനാകും എന്നാ പറയണത്. എനിക്കറിയില്ല കേട്ടോ, എന്നോട് ആരും ചോദിക്കരുത്. നാളെ വന്നിട്ട് ചോദിക്കട്ടെ, അനിൽജി ഈ ഒരു ഗുരുവിന്റെ സഹായത്താൽ ഈ ആത്മാവിനെ അറിയാൻ പറ്റുമെന്ന് പറഞ്ഞല്ലോ, അനിൽജി ആ 25 കോടി ഞാൻ തരാം, എന്നാൽ ഇതൊന്ന് പറഞ്ഞു തരാൻ പറഞ്ഞാൽ ഞാൻ പറയും 25 കോടി അല്ലടാ, 25 പൈസ എനിക്ക് വേണ്ട, എനിക്ക് ആ വഴി അറിയില്ല. അതൊക്കെ നിങ്ങളുടെ ജ്ഞാനമാർഗത്തിൽ തെളിയേണ്ട വഴികളാണ്. എങ്കിലും ശ്വേതകേതു ഇതിനെന്ത് ഉത്തരവ് കൊടുത്തത് എന്ന് നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം. അപ്പൊ കാരുണ്യവാനും ഈ ആത്മജ്ഞാനിയുമായ ഒരു ഗുരുവിന്റെ ഉപദേശം അനുസരിച്ചിട്ട് സൂക്ഷ്മമായ ഒരു ആത്മഭാവത്തെ അനുഭവിക്കാൻ കഴിയും എന്നുള്ളതാണല്ലോ ശ്വേതകേതുവിനോട് ഉദ്ദാലകൻ പറഞ്ഞത്. അപ്പൊ സ്വന്തം രൂപത്തെ അറിഞ്ഞ് ആനന്ദിക്കുന്നവന് പിന്നെ യാതൊരുവിധ ദുഃഖങ്ങളും ഉണ്ടാവുന്നില്ല എന്നുള്ളത് ഒരു ഭാഗം അവിടെ പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ശ്വേതകേതുവിന്റെ സംശയങ്ങളെല്ലാം ഉദ്ദാലകൻ ഉപദേശിച്ചില്ലാതാക്കി. അണ്ട് എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്ന ആ സത്ത തന്റെ ആത്മാവ് തന്നെയാണെന്ന് അറിഞ്ഞ് ശ്വേതകേതു കുറച്ചു നേരത്തേക്ക് സംതൃപ്തനായി. പക്ഷെ ഇങ്ങനെയൊന്നും പറഞ്ഞാൽ ഒരു ഉത്തരവാദിത്വം എന്നുള്ളത് എനിക്കറിയില്ല. സുപ്രസിദ്ധമായ 4 വേദാന്ത മഹാകാവ്യങ്ങളിൽ വെച്ച് പ്രധാനപ്പെട്ട ഒന്നാണ് തത്വമസി എന്ന വാക്യം. ഉദ്ദാലകന്റെയും ശ്വേതകേതുവിന്റെയും ഈ കഥാഭാഗത്താണ് തത്വമസി എന്ന വാക്യത്തെ ആദ്യമായിട്ട് അവിടെ ഉപദേശിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഈ ഞാനും ഈശ്വരന്റെ ആത്മാവാണ്, അല്ലെങ്കിൽ ഞാനും പച്ചവെള്ളമായിരുന്നു, ഉപ്പ് കലക്കിയപ്പോൾ എൻ്റെ ഭാഗത്ത് എല്ലായിടത്തും ആ ഉപ്പുണ്ട് എന്ന് പറയുന്ന പോലെ നമ്മളിൽ അത് ഉണ്ട്. അത് ഒന്നും കൂടി നിങ്ങൾ ഇതൊന്ന് കണ്ണടച്ചിരുന്നു കുറച്ചു നേരം സൂര്യനെ നോക്കിയിരുന്നിട്ടോ, കുറെ നേരം ചന്ദ്രനെ നോക്കിയിരുന്നിട്ടോ, ഒരു പൂവിനെ നോക്കിയിരുന്നിട്ടോ, അല്ലെങ്കിൽ കുയിലിന്റെ നാദം കേട്ടിട്ടോ ഒക്കെ നിങ്ങളുടെ ഈ ആത്മതത്വബോധത്തെ നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് തത്വം അസി എന്ന 3 പദങ്ങളാണ് തത്വമസി. തത്വം അസി എന്ന അതിന്റെ ഒരു പരമാർത്ഥം എന്താന്ന് വെച്ചാൽ എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്ന ഏക സത്ത ബ്രഹ്മം മാത്രമാണ്. എല്ലാ ജീവന്മാർക്കും അധിഷ്ഠാനമായിരിക്കുന്ന സത്ത ആത്മാവിൻ്റെതാണ്. പക്ഷെ ഈ ശരീരബന്ധം കൊണ്ടും ജീവൻ തന്റെ യഥാർത്ഥ സത്തയെ അറിയുന്നില്ല. അതുകൊണ്ട് ഗുരുപദേശം ശാസ്ത്ര വിചാരം കൊണ്ട് ശിഷ്യന് യഥാർത്ഥം ഒരു ബോധ്യമാകും. എങ്കിലും ഞാൻ പറയുന്നു, ഈ പൂർണ്ണജ്ഞാനം ഉണ്ടാകണം എന്നില്ല. എന്നാലും അങ്ങനെ നിരാശപ്പെട്ടിരിക്കുന്ന അവസരത്തിലാണ് ഗുരുക്കന്മാർ നീ തത്വമസിയാണെന്ന് ഉപദേശം പറയുന്നത്. ഇപ്പൊ തം എന്ന പദം കൊണ്ട് ജീവന്റെ തത്പദം എന്നൊക്കെ പറഞ്ഞു കേട്ടല്ലോ, തത്പദം ബ്രഹ്മം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പൊ എല്ലാത്തിനും അധിഷ്ഠമായിരിക്കുന്ന ഒരു ആത്മാവിനെ കാണിക്കുന്ന, അപ്പൊ അസീപദം കൊണ്ട് ഇവ രണ്ടിന്റെയും ഐക്യത്തെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഈ ശ്വേതര ഉപനിഷത്തിന്റെ ഭാഗമായിട്ട് ശ്വേതകേതുവിനെ ഉദ്ദാലകൻ പഠിപ്പിച്ചത്, അല്ലെങ്കിൽ പഠിപ്പിക്കുന്നത് എന്താണ് അതിൻ്റെ ഒരു വാക്രൂപം അല്ലെങ്കിൽ ഒരു സൂക്ഷ്മരൂപം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം വായിച്ചിട്ട് നാളെ എൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് ചോദിക്കരുത് കേട്ടോ. അത് ഈ മലയാള ഭാഷയിലെ ഈ വൈദിക സാഹിത്യശാഖ ഇന്നും അതൊരു ശൈശവ അവസ്ഥയിലാണ്. എങ്കിലും ഞാൻ പറഞ്ഞത് ഈ പ്രധാനപ്പെട്ട 108 ഉപനിഷത്തുകൾ നമുക്കിന്ന് ലഭിക്കും. ധാരാളം ഉപനിഷത്തുകൾ ഉണ്ടെങ്കിലും അവയിൽ പ്രധാനം 108 എണ്ണമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഈ മുക്തികോപനിഷത്തിൽ ഒരു ഭാഗം പറയുന്നുണ്ട്, ഫാരോപനിഷത്ത് മധ്യേ ഫാരഷ്ടമോത്തരശതം എന്ന് പറയുന്നുണ്ട്. അഷ്ടോത്തരശതം 108 ഉപനിഷത്തുണ്ട് എന്ന് അതിനകത്ത് പറയുന്നുണ്ട്. 108 ഉപനിഷത്തുകൾ ഇന്ന് നമുക്ക് പുസ്തകോത്സവങ്ങളിലൊക്കെ ലഭിക്കും. ഒരു പുതിയ ഭാഷ്യത്തിന്റെ പ്രസക്തി എന്താണെന്ന് ചിന്തിക്കുന്നവർ ഏറെയുണ്ട്. അതിനകത്ത് ആചാര്യ നരേന്ദ്രഭൂഷൺ ദശോപനിഷത്തിന്റെ ഒരു ഭാഗം എഴുതിയിട്ടുണ്ട്. നിലവിലുള്ള ഭാഷ്യങ്ങളുടെ എണ്ണത്തിലേക്ക് ഒന്നുകൂടി വർദ്ധിപ്പിക്കുക എന്നുള്ളതും ആരുടെയും ലക്ഷ്യം അല്ലെങ്കിൽ പോലും നിങ്ങളും പറ്റുന്നുണ്ടെങ്കിൽ ഉപനിഷത്തൊക്കെ പഠിച്ചിട്ട് ഒരു ഉപനിഷത്ത് എഴുത്. ആ ഉപനിഷത്തിനെ ശിവവിഷ്ട ഉപനിഷത്തും എന്നും പറഞ്ഞെഴുത്. ശിവവിഷ്ട ഉപനിഷത്ത് ഒന്നില്ലെങ്കിൽ ഫുബിമോള്, വീണു, അംബിക, സുമിത്ത്, സുരേഷ്, അങ്ങനെ അല്ലെങ്കിൽ സനീഷ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഓരോ ഉപനിഷത്ത് എഴുത്.
ആ നിങ്ങളുടേതായ ഒരു ഭാഷ്യം അവിടെ വരട്ടെ, എൻ്റെതായ ഒരു ഭാഷ്യത്തിൽ ഞാൻ എഴുതാനൊന്ന് ശ്രമിക്കാം. അപ്പൊ മറിച്ച് ഒരു കാര്യം പറഞ്ഞത്, കേരളത്തിൽ കണ്ടുവരുന്ന ഒട്ടുമിക്ക പ്രവണതകളും തിരുത്തി കാണിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ലക്ഷ്യമാണ്. തിരുത്തുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടേതായ ഒരു തിരുത്തല്, അയാൾ പറഞ്ഞ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കലോ എന്തെങ്കിലും വേണം. ഈ ഉപനിഷത്തുകളെ നല്ലൊരു ആത്മീയ ഗ്രന്ഥങ്ങളായിട്ട് നിങ്ങൾ കണ്ടോളൂ, തെറ്റൊന്നുമില്ല. ഓരോ ഉപനിഷത്തുകളും അടുത്തിരുന്ന് പഠിച്ചതാണത്. അതിൻ്റെ ഒരു പ്രത്യേകതരം വ്യാഖ്യാന രീതിയുണ്ട്. അതെല്ലാം നമ്മുടെ നാട്ടിൽ പല ഉപനിഷത്തുകളും അതിൻ്റെ പല 4 വേദങ്ങളിലും പഠന ഉദ്ദേശത്തോടെ അത് കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിന്റെ സത്യം ചിലരൊക്കെ മറന്നുപോയിട്ടാണ് ഇത് പഠിക്കണേ എന്നുള്ളൊരു ഡൗട്ട് മാത്രമേ ഉള്ളൂ. ഉപനിഷത്തുകളെല്ലാം ഈ വേദത്തിന്റെ ഉൽപ്പന്നങ്ങളാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വേദവിരുദ്ധമായ വീക്ഷണങ്ങൾ ചിലപ്പോൾ ഉപനിഷത്തുകൾ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. ആ ഉപനിഷത്തുകൾ തന്നെ പഠിച്ചിട്ട് വേറൊരാൾ ഈ ഉപനിഷത്തിനെ കൂട്ടിയെടുത്തിട്ട് വേറൊരു ഉപനിഷത്ത് ഉണ്ടാക്കും. അപ്പൊ അങ്ങനെ വേദാനുസൃതമായ വ്യാഖ്യാനിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമ്മളിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. എന്താണെങ്കിലും എനിക്ക് നിങ്ങൾ തവള ഉപനിഷത്ത് കേട്ടിട്ടുണ്ടോ? തവള ഉപനിഷത്ത്. ഓ, ഞാൻ അതിനെ മാണ്ഡൂകം എന്ന് വെച്ചാൽ തവളയെന്നാണല്ലോ. അപ്പൊ തവള ഉപനിഷത്ത് നിന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് ആർക്കെങ്കിലും നിങ്ങൾക്ക് ചിരി വരും. ഈ മാണ്ഡൂക ഉപനിഷത്തിനകത്തൊരു പ്രത്യേകത ഒരു ഭാഗം ഉണ്ടെന്ന് വെച്ചിട്ടുള്ളത്, മാണ്ഡൂകം തവളയാണ്. പക്ഷെ ഈ തവളയുടെ പ്രോസസ്സിങ് ആദ്യം തന്നെ ഒരു ഒരു എന്താ പറയാ, ഇത് വാലുണ്ടാവും. ഇതിന് വാല് ഒരു മീനാണെന്ന് തോന്നും. വരാൽ എന്ന മത്സ്യത്തിന്റെ കുഞ്ഞായിട്ടൊക്കെ ആയതിനെ നമുക്ക് തോന്നും. ഇത് ആ കുഞ്ഞിൽ വാലുള്ളപ്പോൾ തന്നെ ഏറ്റവും ചെറിയൊരു നൂലിന്റെ, വെറും ഒരു നൂലിന്റെ ഒരു ചെറിയൊരു എന്താണ്, ഒരു പൊട്ടിയ ഭാഗം പോലെ സൂക്ഷ്മമായിട്ട് നോക്കിയാൽ 4 കാല് ഇതിനെ കാണും. അങ്ങനെ ഇത് ആദ്യം തന്നെ വാലുകൊണ്ടാണ് നീന്തണത്. അതിനുശേഷം ഈ കാല് കൊണ്ട് നീന്തും. ഈ കാല് എന്ന് പറയുന്നത് ഋക്ക്, യജസ്, സാമം, അഥർവമാണ്. പക്ഷെ ഈ അഹങ്കാരം എന്നുള്ളതാണ് ഈ മുണ്ടകോപനിഷത്തിലെ വാല് എന്ന് പറയുന്നത്. അങ്ങനെ ഭവത്സാഗരം നീന്തി കിടക്കാനായിട്ട് ഈ 4 കാല് എപ്പോൾ പൂർണ്ണമാകുന്നു അപ്പോൾ ഈ അഹങ്കാരത്തിന്റെ വാല് ഇല്ലാതായിട്ട് ഈ സാഗരം, ഈ ഭവത്സാഗരം എന്നുവെച്ചാൽ അജ്ഞാനത്തിമിര അന്ധകാരത്തിൽ നിന്നുള്ള ഈ സാഗരം നീന്തി വിജ്ഞാനമാർഗമായ അഗ്നിയുടെ വെളിച്ചത്തിലേക്ക് എത്തുന്നതാണ് ഈ മാണ്ഡൂക്യ ഉപനിഷത്ത്. മുണ്ടകം വേറെ ഉണ്ടോ? അപ്പൊ ഓക്കെ, ഇനി ഇതിനെ കുറിച്ച് ഇനി 7 മിനിറ്റ് ഉള്ളൂ അല്ലേ? വേറെ നമുക്ക് പഠിപ്പിക്കാനായിട്ടില്ല, വേണ്ട. പൂവുപോലെന്നുടെ ജന്മം ആരൊരുക്കി ഈ ജന്മം, പരമാത്മാവു തന്നൊരു ജന്മം. സത്തിൻ്റെ വിത്തിൽ നിന്നീ ഞാൻ ഒരു ജീവാത്മാവായി ജനിച്ചു. ഗുരുവിൻ്റെ വചനങ്ങൾ കേട്ടു ഞാൻ എൻ്റെ ആത്മബോധത്തെ വളർത്തി. പൂത്തു തളിർത്തു വളർന്നു എന്നിൽ ജ്ഞാനമാം പൂക്കൾ വിരിഞ്ഞു. ആത്മജ്ഞാനത്തിൻ മധു നുകരാൻ ശിഷ്യർ ശലഭങ്ങളെ പോലെ വന്നു. പരമാത്മജ്ഞാനം പകർന്നു എങ്ങും ജ്ഞാനത്തിൻ സുഗന്ധം പരത്തി. ആത്മാവിനാനന്ദം നുകർന്ന് ആത്മാരാമനായി നിൽക്കുന്നു ഞാനും.